ഹായ് ഓൾ, വെൽക്കം ടു വെരാൻഡ റൈസ്. എൻ്റെ പേര് അഞ്ജലി. നമ്മളിന്ന് റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ SSC CGL വെച്ച് CGL അല്ല, CHS അല്ല, MTS അങ്ങനെ SSC റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാംസിനും കോഡിംഗ് ഡീകോഡിംഗ് എന്ന ചാപ്റ്ററിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് കോഡിംഗ് ഡീകോഡിംഗ്. അപ്പോൾ അതിൽ ഇന്ന് ഏതൊക്കെ പാറ്റേണുകളുണ്ട്, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലോട്ട് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയണം. എന്താണെന്നറിയോ? ആൽഫബറ്റ് സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് അതിൻ്റെ പ്ലേസ് വാല്യൂസും അറിയണം, അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റർ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് എഴുതുകയാണ്, നിങ്ങൾക്കൊന്ന് റീകളക്ട് ആയിക്കോട്ടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ആൽഫബറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം എന്താണ് ഓരോ ആൽഫബറ്റ്സും അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളുമാണ്, ഓപ്പോസിറ്റുള്ള ആൽഫബറ്റും കൂടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പറിങ് നമുക്ക് കൊടുക്കാമല്ലോ. എങ്ങനെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. അപ്പോൾ ഈ ആൽഫബറ്റ്സിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഇജോട്ടി അല്ലേ, ഇജോട്ടി ഇത് വെച്ച് നമ്മൾ കോഡ് ചെയ്തെടുക്കാറുണ്ട്. ഇതെന്താ പ്രത്യേകത? 5 10 15 20 25 ഇത് വെച്ച് നമ്മൾ കോഡ് ചെയ്തെടുക്കാറുണ്ട്. അല്ലാതെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇപ്പോൾ G ആണ് അല്ലെ, G ഉണ്ട് അല്ലെ, G7 സബ്മിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ജിയുടെ പ്ലേസ് വാല്യൂ എന്താ? 7 ആണ്. T20 മാച്ച് ആണ് അല്ലെ, T20 എന്നാ പറയുന്നത്. അപ്പൊ ടിയുടെ പ്ലേസ് വാല്യൂ 20 ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ എം എന്ന് പറയുന്നത് എന്താ? 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഏറ്റവും മിഡിൽ എന്ന് പറയുന്നത് എന്താ? എം ആണ് വരുന്നത്. അപ്പൊ 26 ഡിവൈഡഡ് ബൈ 2 എത്ര? 13 വരും. അപ്പൊ ഇങ്ങനെ ചില ഇടയ്ക്കിടയ്ക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലേസ് വാല്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് വാല്യൂസ് വെച്ചും കോഡിങ് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ വെച്ചിട്ടും കോഡിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂന്ന് ഒന്നി 27 മൈനസ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ എന്താണ്? എനിക്കിപ്പോൾ ഐയുടെ ഓപ്പോസിറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എനിക്കറിയാം ഐയുടെ 9 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 27 മൈനസ് 9 ആണ്. എത്ര വരും? 18 എന്ന് വരും. ഓക്കെ, 18 ആരാണ്? 6 അപ്പൊ ഒന്നി 27 മൈനസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക അല്ലെ. ഇപ്പൊ A ആണെങ്കിൽ A2Z എന്നാണ് നമ്മൾ പറയുന്നത്. ബിയുടെ ഓപ്പോസിറ്റ് Y ആണെങ്കിൽ ബോയ് എന്ന് ഓർത്തിരിക്കാം, ക്രക്സ് എന്ന് ഓർത്തിരിക്കാം, DWനെ ഡ്യൂ എന്ന് ഓർത്തിരിക്കാം, EVയെ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് നമുക്ക് ഓർത്തിരിക്കാം, FUനെ ഫ്യൂ എന്നോ ഫോർ എന്നോ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, FUനെ ഫ്യൂ എന്നോ ഫോർ എന്നോ നമുക്ക് ഓർത്തിരിക്കാം. GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്, നമ്മൾ GKയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഹൈസ്കൂൾ, ഇന്ത്യൻ റെയിൽവേ, ജാക്ക് ആൻഡ് ക്യൂൻ, കേരള പോലീസ്, ലവ്, മാൻ എന്ന് ഓർക്കാം. ഓക്കെ, ഇത്രയും കാര്യം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്ന് ഞാൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബട്ടർ ഈസ് കോഡഡ് ആസ് CWWSCO ആൻഡ് തിയറി ഈസ് കോഡഡ് ആസ് UJHNPY. ഓക്കെ, ദെൻ ലാറ്റന്റ് എന്നുള്ള വേർഡ് എങ്ങനെയായിരിക്കും കോഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു വേർഡ് കാണുമ്പോഴേ നമ്മൾ ഈ ബട്ടർ എന്ന് പറയുന്നത് എടുത്ത് എഴുതാൻ നിൽക്കരുത്. ഇപ്പൊ നോർമലി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ബേസിക് നിന്ന് തുടങ്ങാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ബട്ടർ എന്ന് പറയുന്നത് എഴുതുന്നു. ഓക്കെ,
ബട്ടറിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെറ്റർ എന്താ വരുന്നത്? മീൻസ് അതിന്റെ കോഡ് എന്താ? CWSCO ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്ലേസ് വാല്യൂസ് എഴുതുന്നു. ഓക്കെ, ബിയുടെ എന്താ? 2 ആണ് അല്ലെ. യു എന്ന് പറയുന്നത് UV. ഓക്കെ, വി എന്ന് പറയുന്ന സാധനം നമ്മൾ 22 നമ്മൾ ഇങ്ങനെ കളിക്കില്ലേ, വി ഫോർ 22 ഇങ്ങനെ ഓർക്കാം. അപ്പൊ വിയുടെ തൊട്ടടുത്ത ലെറ്റർ ആണ് യു എന്ന് പറയുന്നത്, UV അല്ലെ. അപ്പൊ 21. T20 അല്ലെ, T20. ഓക്കെ, ഇ എന്ന് പറയുന്ന 5, ഇജോട്ടിയിൽ ആദ്യം ഇ ആണ് 5. ഓക്കെ, ആർ എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ സ്പീഡ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ലെറ്റർ അറിഞ്ഞു വെച്ചേ പറ്റത്തുള്ളൂ. അത് ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെ എഴുതെടുക്കാൻ പറ്റും. ഇനി സിയുടെ താഴെ എങ്ങനെയാണ്? 3W23, അത് UVW ആണ്. സോ 23 19 3 15. ഓക്കെ, ഇനി നിങ്ങൾ എന്നെ നോക്കിയേ, ഇതിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? മിക്ക ഒരു എന്താണ് 99% ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ചിലത് മാത്രം ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, ചിലത് മാത്രമായിരിക്കും ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് വരിക. എങ്കിൽ അതിൽ ഒരു കാര്യമേ കാണത്തുള്ളൂ, അതായത് ഒരു ഡയറക്റ്റ് കോഡിങ്, ഒരു എക്സാമ്പിളേ കാണത്തുള്ളൂ. 2 എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇത് നോക്കിയേ, ഇവിടെ എത്രയാണ് നോക്കുന്നത്? ആദ്യം ഡയറക്റ്റാണ് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ +1 ആണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? +2 ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? +3. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? then -1, then -2, then -3 അല്ലെ. ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. +1 +2 +3 then -1 -2 -3. ഇതൊന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വേർഡിലും കൂടെ നമ്മൾ ചെയ്താലോ? തിയറി. ഓക്കെ, തിയറി എന്താ? UJHNPV. ഓക്കെ, എന്താ? T20 അല്ലെ. H8 5 15 5 ആണ്. 5 15 80 25 21 10 8 14 16 then 22. ഇതിലെങ്ങനെയാ? തേണ്ടേ +1 +2 and +3. ഇവിടെ വരുമ്പോൾ -1 -2 and -3. അപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏതാ? നമ്മളെ ലാറ്റന്റിന്റെ ഇത് കണ്ടുപിടിച്ചൂടെ? ലാറ്റന്റിന്റെ നമ്പർ എങ്ങനെയാ വന്നത്? 12 1 T20 അല്ലെ. 5 14 then 20. ആദ്യത്തെ ഇതിൽ എന്താ? +1 +2 +3. അപ്പൊ ഇതിൽ നിന്ന് +1 കൂട്ടുമ്പോൾ 13. ഞാൻ പറഞ്ഞു 13 എന്ന് വെച്ചാൽ മിഡിൽ ലെറ്റർ ആണ്. മിഡിൽ ലെറ്റർ ആകുമ്പോൾ എത്ര വരും? M വരും അല്ലെ. അപ്പൊ M-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക? +2 എന്ന് 2 കൂട്ടുക. 1 ആണ്, then 2 കൂട്ടുമ്പോൾ 3 എന്ന് പറയുന്നത് എന്താ? C ആണ്. അപ്പോൾ നമ്മുടെ 2 ഓപ്ഷൻ നമ്മൾ ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് +20 +3 23. അപ്പൊ രണ്ടിടത്തും W ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? -1 DE ആണ്. അപ്പൊ E ഒന്ന് കുറയ്ക്കുമ്പം ഡിയിലോട്ട് വരും. സോ വീണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? 5-ന്ന് 14-ന്ന് മൈനസ് ചെയ്യുക. 14 -1 എന്ന് പറയുന്നത്, അതായത് N-ന്റെ തൊട്ടടുത്തുള്ളത് ആരാ? M ആണ്. സോ M ഉള്ളത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇത് തെറ്റാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കേസിൽ ഇപ്പൊ ആദ്യമേ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോയെങ്കിൽ നമുക്ക് പാറ്റേൺ അറിയാമെങ്കിൽ ഇത് ഇത്രയും ചെയ്യാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ക്യൂയിൽ ലാസ്റ്റത്തെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ലെറ്റേഴ്സ് തമ്മിൽ നോക്കി ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നോക്കിയേ, എന്താ ഇത്? കാർഡ് കോഡഡ് അറ്റ് 7359, സെർവ് കോഡഡ് അറ്റ് 1256, പാക്ക് കോഡഡ് അറ്റ് 8497 എങ്കിൽ ഡി എന്ന് പറഞ്ഞ ലെറ്ററിന്റെ കോഡ് എത്രയാണ്? ഇപ്പോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് പരസ്പര ബന്ധമില്ലാത്ത ഒരു നമ്പർ. കാരണം ഇത് 3 ഉണ്ട്, ഇത് 1 ഉണ്ട്, 18 ഉണ്ട്, ഇത് 4 ഉണ്ട്. ഈ നമ്പറുമായിട്ട് യാതൊരു സാമ്യം ഇല്ലാത്ത ഒരു നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്നിട്ട് എന്താ ചോദ്യം ചോദിക്കുന്നത്? ഈ ഒരു ലെറ്ററിന്റെ കോഡ് എത്രയാണ്? അപ്പൊ മിക്കവാറും ഇങ്ങനെ ഒരു ലെറ്ററിന്റെ കോഡ് എത്രയാണ് എന്ന് ചോദിക്കണമെങ്കിൽ
അത് ഡയറക്റ്റ് കോഡിങ് ആയിരിക്കും. ഡയറക്റ്റ് കോഡിങ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലോജിക് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. CARD അല്ലേ, അതായത് സീയുടെ ലെറ്റർ 7 മീൻസ് 7 ആണ്. 7 3 5 9. അതുപോലെ പാക്ക് എന്ന് പറയുന്ന നമ്പറിൽ PCK 8497. ദെൻ സെർവ് SRV അതെത്രയാ 1256. ഓക്കെ, ഇനി D വരണോ അല്ലേ? D ഉള്ളത് എവിടെ? ഇവിടെ മാത്രമാണ്. വേറെ എവിടെയെങ്കിലും D ഉണ്ടോ? അപ്പോ ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേക നമ്പർ ആയിരിക്കും എന്ത് ഡിയുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോ നോക്കിയേ, 7 ഉണ്ടോ ഇവിടെ? ഇവിടെ 7 ഉണ്ട്. അപ്പം ഇവിടെ D ഇല്ല, പക്ഷെ 7 ഉണ്ട്. അപ്പൊ 7 അല്ല നമ്പർ. ദെൻ A 3 ആണ്. ഓക്കെ, ഏത് 3 ആണ്? ഇവിടെ 3 ഉണ്ടോ? 3 ഇല്ല. ഇവിടെയും 3 ഉണ്ടോ? 3 ഇല്ല. ഇവിടെ രണ്ടിടത്തും D ഇല്ല. അപ്പൊ ഡിക്ക് പകരം അവരെടുത്ത നമ്പർ എത്രയാണ്? 3 ആണ് അവരെടുത്ത നമ്പർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? ഇൻ എ കോഡഡ് ലാംഗ്വേജ് സ്ലെയിൻ ഈസ് റിട്ടൺ ആസ് PKCNU ആൻഡ് ഡെന്റ് ഈസ് റിട്ടൺ ആസ് VPGF ആൻഡ് ക്യൂബോർഡ് എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ക്യൂബോർഡ് എന്ന വേർഡിന്റെ കോഡ് ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇത് ഞാനിങ്ങനെ ആ വേർഡ് എടുത്ത് എഴുതുന്നതിനേക്കാളും ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ നമ്പേഴ്സ് S19 ആണ്, L12 ആണ്, A1 ആണ്, I എന്ന് പറയുന്നത് 9 ആണ്, ദെൻ 14 ആണ്. സോ ഇതിന്റെ അതായത് PKCNUവിന്റെ നമ്പേഴ്സ് ഞാൻ എടുത്ത് എഴുതുകയാണ്. 6 16 11 3 14 21. ഓക്കെ, നോക്കിയേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഡയറക്റ്റ് കോഡിങ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ. ഡയറക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് -3 ആണ്, -1 ആണ്, +3 ആണ്, ദെൻ +5 ആണ്, +7 ആണ്. സോ ഇതൊരു ഡയറക്റ്റ് കോഡല്ല. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇതല്ല ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, വേറെ എന്തോ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വന്ന അടുത്ത സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കും, ക്രോസ് ആയിട്ട് നോക്കും. അപ്പൊ 14 16, 14ഉം 16ഉം ആയിട്ട് +2 ആണ് അല്ലെ. 9ഉം 11ഉം +2 ആണ്. 1ഉം 3ഉം +2 ആണ്. 12 14 +2 ആണ്. 19 21 +2 ആണ്. സോ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയില്ലേ? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ക്രോസ് ആയിട്ട് +2 വീതം പോകുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലെ ചെയ്യാല. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഡിയിലത് 4 ആണ് അല്ലെ. ഇതിന്റെ 3 21 2 15 9 അല്ലെ. അപ്പൊ ഇതിന്റെ +2 ചെയ്ത് നോക്കിയേ. 4 + 2 6 ആണ്, അതായത് എഫിലായിരിക്കും തുടക്കം. ഇത് ഇപ്പോഴേ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 2 ലെറ്റർ സെയിം ആയി വരുന്നുണ്ട്. 9 + 2 11 K ആണ്. ഓക്കെ, K'ത് 11 ആണെന്ന് എങ്ങനെ ഓർക്കാം? ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി, കിൽ എന്ന് ഓർത്താൽ മതി. കിൽ. അപ്പോൾ ആ കില്ലില് നമുക്ക് ഈ I വേണ്ട. ഓക്കെ, K11 ഇങ്ങനെ ഓർക്കാം. അപ്പോൾ 9 + 2 K ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ Kയില് ഇത് J ആണ് കൊടുത്തേക്കുന്നത്, ഇത് കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് 15 + 2 16 17 ആണ്. 17 ആകുമ്പോൾ എന്ത് വരും? Q വരും. രണ്ടിടത്തും Q ഉണ്ട്. നെക്സ്റ്റ് രണ്ടിടത്തും D ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലെറ്ററിൽ D തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എന്താ, W ആണോ V ആണോ നോക്കിയാൽ മതി. അപ്പം 21 + 2 എത്ര വരും? 23. 23 എന്ന് വെച്ചാൽ W ആണ്. 23 ഇങ്ങനെയല്ലേ എഴുതുന്നത്. സോ W. ഓക്കെ, ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ കോഡായിട്ട് പറയുന്നില്ല, എന്നാലും റിലേറ്റ് ചെയ്ത് വയ്ക്കുക. W ഇങ്ങനെയാണ്, 3 ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഇതായിരിക്കും. ഓക്കെ, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കൂടെ നമ്മൾ പഠിച്ച് പോയാലേ കാര്യമുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോളിഷ് ഈസ് റിട്ടേൺ ആസ് 18 ആൻഡ് ക്ലിപ്പ് ഈസ് റിട്ടേൺ ആസ് 72. കൺട്രോൾ എങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്? അപ്പൊ എന്താ, പോളിഷ് അല്ലേ. പോളിഷിന് 89 അല്ലെങ്കിൽ ക്ലിപ്പിന് 72 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പൊ 2 ലെറ്റർ അല്ലെ, ഇതിനെയും കാട്ടി വളരെ കുറവാണ് തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്തോർക്കണം? ഒന്നി ഇതിന്റെ പൊസിഷൻ വാല്യൂസിന്റെ സമ്മ, ഇല്ലെങ്കിൽ
ഇതിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ വാല്യൂസിന്റെ സമ്മും ആവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് എന്താ നോക്കുന്നത്, ഇതിന്റെ ഡയറക്റ്റ് പൊസിഷൻ വാല്യൂസിന്റെ സം. അപ്പൊ നോക്കിയാലോ, പി എന്ന് പറയുന്നത് 16 ആണ്, ഒ എന്ന് പറയുന്നത് 15 ആണ്, ഇത് 12 ആണ്, 9, 19, 8. ഒന്ന് ആഡ് ചെയ്തേ, എത്ര വരും? 10 വരും, 28 വരും, 34, 39. ഓക്കെ, 3, 4, 5, 6, 7. ഓക്കെ, 79 ആണ് വന്നത്. പ്ലസ് 10 ചെയ്താൽ 89 കിട്ടും. ഓക്കെ, ഇതേ സാധനം ഇവിടെ, അതായത് ക്ലിപ്പ് എന്ന വാക്കിൽ അപ്ലൈ ചെയ്യുന്ന പറ്റുമോ ഇല്ലയെന്ന് നോക്കണം. ഓക്കെ, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നി നമ്മൾ ചെയ്തതിന്റെ മിസ്റ്റേക്ക്, ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ഇവിടെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, കറക്റ്റ് ആണ്. 10 ആണ്, ദെൻ 9, 9, 18 ആണ്, അപ്പൊ 28 വരും. 28ഉം 2ഉം കൂടെ 30, 34, 39. ഓക്കെ, 39 വന്നു, 3, 3, 4, 5, 6, 7. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. ഇനി ക്ലിപ്പിൽ നോക്കാം. 3, 12, 9, 16. ഓക്കെ, എത്ര വന്നു? 5, 11, 20 അല്ലേ? 40. ആൻസർ 72 ആണ്. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുന്നില്ല. എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഉടനെ ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് വാല്യൂസ്, ഓക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇത് പി ആണ് അല്ലെ. ഒന്നി നിങ്ങൾ ഈ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? 27 കുറയ്ക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ ഓപ്പോസിറ്റ് നമ്പർ ഏതെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം പി ആണെങ്കിൽ കെ പി എന്നാണ് നമ്മൾ പറയാ, കേരള പോലീസ് അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? കെ ആണ്, 11 ആണ്. ദെൻ ലവ് ആണ് അല്ലെ, ലവ് ആണ് LO കോഡ് എന്ന് പറയുന്നത്. അപ്പൊ 15, ഇതെന്താ? L എന്ന് പറയുന്നത് 12 ആണ്. നെക്സ്റ്റ് എന്താണ്? ഇത് O ആണ്, 15. ഓക്കെ, ഇത് ഇന്ത്യൻ റെയിൽവേ എന്നാ പറയുന്നത്. 9ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, സോ 18. ഇത് ഹൈസ്കൂൾ ആണ് അല്ലെ, HS ഹൈസ്കൂൾ ആണ്, സോ 8. ദെൻ ഇത് ഹൈസ്കൂൾ HS, അപ്പോ എത്ര വരും? 19 എന്ന് പറയും. S 19 ആണ്. ചെയ്തൂടെ? 16, 4, 20, 21, 23, 24, 24ഉം 24, 26, 20, 24ഉം 6ഉം കൂടെ ആവുമ്പോഴത്തേക്കും 30, 33. 3, 4, 5, 6, 7, 8. ഈ 8 പ്ലസ് എന്താണ്? 9 അല്ലേ. അപ്പൊ 9 വരണമെങ്കിൽ അവിടെ എത്ര ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ട്? 6 അല്ലെ, 6. അപ്പൊ ആ 6 ആയിരിക്കും ഇവിടെ ആഡ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിന്റെ ഓപ്പോസിറ്റും കൂടെ, ക്ലിപ്പിന്റെ ഓപ്പോസിറ്റും കൂടെ. ദെൻ 3, C അല്ലേ. C ആണെങ്കിൽ എന്താ? ക്രക്സ് എന്നാ നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്, ക്രക്സ്. എല്ലിന്റെ ഓപ്പോസിറ്റ് ലവ് അല്ലെ, ലവ് O ആണ്. ദെൻ ഇന്ത്യൻ റെയിൽവേ ആണ്, കേരള പോലീസ് ആണ്. അപ്പം 24, 15, 18, 11. ഓക്കെ, ചെയ്തൂടെ? 12 ആയി, 17 ആയി, 18 ആയി അല്ലെ. 2, 3, 4, 5, 6, 68 പ്ലസ് ഇതിന്റെ പ്ലേസ് വാല്യൂ എത്രയുണ്ട്? 4 അല്ലെ. അപ്പൊ എത്ര വരും? 72. നമുക്ക് കോഡ് കിട്ടി. എന്താണ്? ഓപ്പോസിറ്റ് വാല്യൂസ്, അതായത് ഓപ്പോസിറ്റ് പൊസിഷൻ വാല്യൂസ് പ്ലസ് എന്താണ്? നമ്പർ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ഓപ്പോസിറ്റ് പൊസിഷൻ വാല്യൂ പ്ലസ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇത് കാണുന്നവർക്ക്, ഒരു ബിഗിനറിനും കൂടെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എങ്ങനെ ഇത് കാണണമെന്ന് വെച്ചാൽ, നിങ്ങൾ 2x സ്പീഡിൽ ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്, അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് എപ്പോഴും അതിൻ്റെ പ്ലേസ് വാല്യൂസ് മറന്നു പോകുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങളത് കണ്ടുപോവുക, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യല്ലോ. ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് ഈ ഒരു യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ദെൻ കൺട്രോളിന്റെ വാല്യൂസ് അടുത്ത C ആണ് അല്ലെ, ക്രക്സ് ആണ്, ലവ് ആണ്, മാൻ ആണ്. ടീയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ഇന്ത്യൻ റെയിൽവേ, ലവ് O. അപ്പൊ ഇതിന്റെ വാല്യൂസ് പറഞ്ഞേ 24, 12, 13, 7, 9,
12, 15. Then add ചെയ്തൂടെ 10, 19, 20, 21, 26. 26ഉം 4ഉം 30, 32. 5, 6, 7, 8, 9. 9 പ്ലസ് അതിൻ്റെ പൊസിഷൻ വാല്യൂ എത്ര നമ്പർ ഉണ്ട്? 3, 6, 1, 7. 99 ആണ് ഉത്തരവായിട്ട് വന്നേക്കുന്നത്, നമ്മുടെ ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം ഡയറക്റ്റ് വാല്യൂസ് നോക്കുക, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് വാല്യൂസ് ഉടനെ എടുക്കുക. ഇനി എന്താണ്? അതുപോലെ മദ്രാസ് ഈസ് റിട്ടൺ ആസ് 112, ജമ്മു ഈസ് റിട്ടൺ ആസ് 82 അല്ലെ? എങ്കിൽ പഞ്ചാബ് ഏതായിരിക്കും നമ്പർ? ഓക്കെ, മദ്രാസിന്റെ നമ്മൾക്ക് പൊസിഷൻ വാല്യൂ 30, 1, 4, 18, 1, 19. ഓക്കെ, കൂട്ടിക്കൂടെ 10, 18, 20, 22, 25, 26. 2, 3, 4, 5, 56. ഓക്കെ, 56 into 2 ചെയ്താൽ നമുക്ക് 112 കിട്ടും അല്ലെ? 56 into 2 ചെയ്താൽ നമുക്ക് 112 കിട്ടും. അടുത്ത് ജമ്മുവും കോഡ് ചെയ്ത് നോക്കാം. 82 കിട്ടുന്നതാണെന്ന് നോക്കാം. ജമ്മു J10 10 ആണ്. 1, 13, 13, 21. എങ്ങനെ? 6, 7, 8. 6, 7, 8. 2, 3, 4, 5. ഇൻറ്റു 2 ചെയ്താൽ കിട്ടുമോ? ഇല്ല, ഇൻറ്റു 2 ചെയ്താൽ കിട്ടൂല. അപ്പൊ ഇതല്ല ഇതിന്റെ കോഡ്. അതാണ് പറഞ്ഞത്, നമ്മൾ ഒന്ന് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് മെത്തേഡ് നോക്കുക, ഓപ്പോസിറ്റ് വാല്യൂസ് ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് വാല്യൂസ് ഇതാണെങ്കിൽ MN, AZ, ഡ്യൂ, ഇന്ത്യൻ റെയിൽവേ, ദെൻ Z ഹൈസ്കൂൾ H. അപ്പോൾ 14, 26, 23, 9, 26, 8, 10, 19, 20, 22, 30, 36. ഓക്കെ, 5, 10. ഓക്കെ, ഇനി ഇതിന്റെ പൊസിഷൻസ് നോക്കിയേ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലെ? 6, 1, 1, 2. ഓക്കെ, ദെൻ ജമ്മു ഇതുപോലെ ചെയ്യാലോ നമുക്ക്. ജമ്മുവിന്റെ ഓപ്പോസിറ്റ് J ആണ്. എന്താണ്? ജാക്ക് ആൻഡ് ക്യൂൻ അല്ലെ? ജാക്ക് ആൻഡ് ക്യൂൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പം 17, 26, 14, 14, ഫ്യൂ ആണ് 6. ഓക്കെ, 20, 27, 4, 5, 6, 7 പ്ലസ് ഇതിന്റെ പൊസിഷന്റെ വാല്യൂസ് 3, 2, 5, 82. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് പഞ്ചാബിന്റെ ഇതുപോലെ കണ്ടുപിടിച്ചോടെ. പഞ്ചാബ് കേരള പോലീസ് അല്ലെ? കേരള പോലീസ് 11. ദെൻ എന്താ? ഫ്യൂ F 6, man 13, then Jack and Queen 17, AZ 26, boy Y 25. ഓക്കെ, ഒന്ന് കൂട്ടിക്കേ. എത്ര വരും? 6, 9, 10, 17, 20, 23, 28. ഓക്കെ, 2, 4, 6, 7, 8, 9. ദെൻ എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? ഇവിടെ 6 നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. പ്ലസ് 6 എത്ര? 10, 104. ഓപ്ഷൻ 2 ആണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്ലമേജ് ഈസ് റിട്ടൺ ആസ് GICOW, then crush is written as this. What is tribal? ഓക്കെ, ട്രൈബലിന്റെ കോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ് പ്ലേസ് വാല്യൂസ് എഴുതാലോ. സോ ഓക്കെ, 16, 12, 21, 13, 1, 7, 5 അല്ലെ? ഇത് എത്ര വരും? 7, 9, 3, 15, 23, 14. ഏതെങ്കിലും വിട്ടുപോയോ? 7, 9, 3, 15, 23, 14, 18, 16, 12, 21, 13, 1, 7, 5, 21 അല്ലെ? 21, 7, 9, 3, 15, 23, 14, 18. ഓക്കെ, കോഡ് പറഞ്ഞേ. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? എന്താ? +2,
+2 +2 +2 +2 +2 +2 അല്ലേ? ഫുള്ള് +2 ചെയ്തേക്കുകയാണ്. നമുക്ക് ഡയറക്റ്റാ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഇങ്ങനെ വന്നൂടെ എന്ന് ചിന്തിക്കണം പെട്ടെന്ന്. അപ്പോൾ +2 +2 +2 +2 +2 +2 +2. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ചെയ്തൂടെ? അപ്പൊ L എന്ന് പറയുന്നത് 12 ആണ്. 12 + 2 എന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് 14 ആവുമ്പോൾ N ആണ് വരുന്നത്. ഓപ്ഷൻ ഒന്നും എലിമിനേറ്റ് ചെയ്യാനില്ല. ഓക്കെ, ഇവിടെയും കറക്റ്റ് സെയിം ആണ്, ഇവിടെയും കറക്റ്റ് സെയിം ആണ്. സോ നമുക്ക് ഫുള്ള് ചെയ്യേണ്ടി വരും. അപ്പോൾ A 1 ആണ്, +2 3 ആണ്, C ആണ് ഉത്തരം. B 2 ആണ്, +2 ചെയ്യുമ്പം 4 വരും. 4 വന്നാൽ ഏത് വരും? D വരും. ഓക്കെ, D വരുന്ന സമയത്ത് നമ്മുടെ ഈ ഓപ്ഷനും കട്ട് ചെയ്തു പോകും. ഇനി ഇവർ രണ്ടിലും ആരും. ഓക്കെ, സോ D വന്നു. 9 + 2 എന്ന് പറയുന്നത് 11 ആണ്. 11 എന്ന് പറയുന്നത് K ആണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇനി certain language COMPAQ is coded at DQNRBS അല്ലേ? Sony is coded at TQOA. Then Motorola is coded as. Okay, എഴുതി നോക്കാലോ നമുക്ക്. പ്ലേസ് വാല്യൂസ് 3 15 13 16 1 17. നെക്സ്റ്റ് 4 17 14 18 2 19. നമുക്ക് വേറെ എന്ത് ആവശ്യമില്ല, അത് തന്നെ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ കോഡിങ് ഇതാണെന്ന്. ഒന്ന് നോക്കി എന്താ പറയുന്നത്? +1 +2 +1 +2 +1 +2. ഓക്കെ, നമുക്ക് എഴുതുമ്പോഴേ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കോഡിങ് ഇതാണെന്ന്. അപ്പോൾ മോട്ടറോള നമുക്കൊന്ന് ഇതുപോലെ കോഡ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, 13 +1 എത്ര വരും? N. ഓക്കെ, ദെൻ 15 അല്ലെ, ഇത് 15 ആണ്. ഇത് എത്ര കോഡിങ് ആണ്? 13 15 20 15 18 15 12 12 1. ഓക്കെ, +1 N, +2 17 എന്ന് പറയുന്നത് Q, ദെൻ +1 21 U, NQU. ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഫുള്ള് ചെയ്തു തരാം. ദെൻ +2 ചെയ്യുമ്പോഴത്തേക്ക് എത്ര? 17 Q വരും, T വരും, +1 +2 +1 19 S വരും, +2 Q വരും, +1 M വരും, +2 C വരും. ഓക്കെ, നമുക്ക് അതല്ലേ കിട്ടിയത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോസ് ഈസ് റിട്ടൺ ആസ് 66, ദെൻ ചാർട്ട് ഈസ് റിട്ടൺ ആസ് 90 എങ്കിൽ സിമ്പലിനെ എങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്? പ്ലേസ് വാല്യൂസ് നോക്കിക്കൂടെ? 3 ഉണ്ട് അല്ലെ? 3 18 15 19 19 അല്ലെ? രണ്ട് 19 ആവുമ്പോൾ തന്നെ എത്രയാവും? നമുക്ക് 38 ആവും. രണ്ട് 18 ആവുമ്പം 36 ആവും, +3. അപ്പോൾ 9 17 1 6 77. നമുക്ക് -11 ചെയ്യാം. ഓക്കെ, -11 ചെയ്യാം. പക്ഷെ -11 ചെയ്യണതിന് നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു നമ്പർ മൈനസ് ചെയ്യാം. ചാർട്ടിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 3 8 1 18 20 അല്ലേ? അപ്പൊ എത്രയായി? 20ഉം 18ഉം 38 39 39ഉം പിന്നെ എത്രയുണ്ട്? 8 + 3 11 3 4 5 50. ഇവിടെ -11ന്റെ കളിയൊന്നും വരുന്നില്ല അല്ലെ? അപ്പം ഇതല്ല കോഡ്. എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 3യുടെ ഓപ്പോസിറ്റ്. ഓക്കെ, 3യുടെ ഓപ്പോസിറ്റ് C അല്ലെ? ക്രക്സ് എന്നാ നമ്മൾ പറയുക. ക്രക്സ് ഉണ്ട്. ക്രക്സ് എന്ന എക്സിന്റെ അപ്പം വാല്യൂ 24. ഇന്ത്യൻ റെയിൽവേ അല്ലെ? ഇന്ത്യൻ റെയിൽവേ. I 9 ലവ് 12 അല്ലെ? ഹൈസ്കൂൾ H 8, ദെൻ ഹൈസ്കൂൾ 8. 8ഉം 16 ഉണ്ട്. 4 20 20 9 30 31. ഓക്കെ, 3 5 6 പ്ലസ് ഒരു 5ഉം കൂടെ ചെയ്യണം. 5 വേണമെങ്കിൽ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആവാം. ഇത് കാർട്ടിൽ ആക്ട് ചെയ്യുന്ന നോക്കാം, അല്ലെങ്കിൽ കാർട്ടിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കാം. അപ്പോൾ സിയുടെ ഓപ്പോസിറ്റ് എക്സ് ആണ്, 24. ഹൈസ്കൂൾ ആണ് 19. ദെൻ എ ഇസഡ് 26. R ഇന്ത്യൻ റെയിൽവേ 9. T 20 അല്ല, ടിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? GT റോഡാണ് 7. നോക്കാം. 18 20 22 28.
2 കൂടെ ആകുമ്പം 30, 35, 5, 6, 7, 8. ഓക്കെ, എത്ര പൊസിഷൻസ് എത്ര ഉണ്ട്? 5 ഉണ്ട് അല്ലേ? പ്ലസ് 5 കൂടെ ആകുമ്പോൾ 90. കറക്റ്റ് ആണ്. ഇനി സിമ്പിൾ നമുക്ക് ചെയ്തൂടെ? സിമ്പിൾ എന്ത് പറയും? ഹൈസ്കൂള്, ബോയ്, മാൻ, ബോയ്, ലവ്. ഓക്കെ, ഇതെന്താ പറയും? 8, 2, 14, 25, 12, 15. ഓക്കെ, എന്ത് ചെയ്യാം? 10, 20, 26, 2, 4, 5, 6, 7. ഓക്കെ, നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയുണ്ട്? 6. എത്ര വരും? 482 എന്ന് പറയും അല്ലേ? ഓപ്ഷനിലുണ്ടോ? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In a certain code language, paint is coded as 80, drop 59, market എത്ര? സ്ഥിരം നോക്കുന്നത് പോലെ എന്താണ്? 16, 16, 1, 9, 14, 20 അല്ലേ? 16 ആകുമ്പോഴത്തേക്ക് എത്ര വരും? ഇത് തമ്മിൽ ആദ്യം കൂട്ടാം അല്ലേ? 20, 30, 50, 50, 69, 80 ആണ് വന്നേക്കണം. അപ്പൊ അത്രയും നമുക്ക് ഡിഫറൻസ് വരത്തില്ല. ഓക്കെ, നമ്മൾ നേരെ പൊസിഷൻ വാല്യൂസ്, ഓപ്പോസിറ്റ് വാല്യൂസ് നോക്കിയാണ്. പി ആണ്, കേരള പോലീസ് ആണ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് കെ, ഇസഡ്, ഇന്ത്യൻ റെയിൽവേ ആർ, മാൻ എം, ഇതെന്ന് പറയാൻ GT. ഓക്കെ, അപ്പൊ എന്താണ് പൊസിഷൻ വാല്യൂസ്? കെ, കിൽ എന്ന് നമ്മൾ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 11 ഉണ്ട്. ദെൻ എ ഇസഡ് 26, ദെൻ ആർ 18 ഉണ്ട്, 13, 7 അല്ലേ? അപ്പോ 10, 18, 20, 24, 25, 2, 4, 5, 6, 7. ഓക്കെ, നമ്പർ ഓഫ് പൊസിഷന്റെ വാല്യൂസ് നോക്കിയേ, +5, 80. ഇനി നെക്സ്റ്റ് ഡ്രോപ്പ് നോക്കിക്കേ, എത്ര വരും? ഡ്രോപ്പിന്റെ ഓപ്പോസിറ്റ് വാല്യൂസ് നോക്കിക്കേ. അപ്പം എന്താ പറഞ്ഞ? ഡ്യൂ അല്ലേ? W, ഇന്ത്യൻ റെയിൽവേ, ലവ്, കേരള പോലീസ്. 23, 9, 12, 11, 10, 15, 2, 3, 4, 5, 55. നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 ആണ്. സോ 59. ഇനി മാർക്കറ്റിൽ അതുപോലെ നമുക്ക് ചെയ്യാലോ. മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് MN, മാൻ ആണ് അല്ലേ? ഇസഡ്, ഇന്ത്യൻ റെയിൽവേ, കേരള പോലീസ്, ഇലക്ട്രിക് വെഹിക്കിൾ, GT റോഡ്. ഓക്കെ, അപ്പൊ എഴുതാലോ. 14, 26, 9, 16, 22, 7. ഓക്കെ, 12, 16, 16, 17, 18, 19, 20, 25, 34, 2, 4 അല്ലേ? 3, 7, 8, 9. പ്ലസ് ഇതിന്റെ പൊസിഷൻസ് എത്ര ഉണ്ട്? +6, 100. ഓപ്ഷൻ 1. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. Tier 2ന്റെ ചോദ്യമാണ്. എന്താണ്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ. ഞാൻ ഇവിടെ എഴുതുന്നു. നമുക്ക് ആദ്യം ഡയറക്റ്റ് നമ്പേഴ്സ് വെച്ച് ചെയ്തു നോക്കാം. അപ്പൊ ക്ലോക്കിൻ്റെതാണ് അല്ലെ? ക്ലോക്കിനാണ് 4, 13, 17, 4, 12 ഇത്രയും കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ കോഡ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്ലോക്കിന് എന്ത് കോഡാണോ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് അത് തന്നെ ആയിരിക്കും ഫോണിന് എന്ന് പറയുന്നത്. ക്ലോക്ക് 3, 12, 15, 3, 11 അല്ലെ? 4, 13, 17, 4, 12. എന്താ ചെയ്തേക്കുന്നത്? അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? +1 ആണ് ചെയ്തേക്കുന്നത്. +1, നടുക്ക് +2, +1, +1. ഓക്കെ, അപ്പോൾ ഫോണിന് അതുപോലെ കോഡ് ചെയ്യാലോ. ഫോണിന്റെ ഇത് പ്ലേസ് വാല്യൂസ് എന്താ? 16, 8, 15, 14, 5 അല്ലെ? +1 ചെയ്യുമ്പം 17. ഓക്കെ, +1 ചെയ്യുമ്പോൾ 9. ഇത് ക്യാൻസൽ ആയി. അടുത്ത് +2 ചെയ്യണം അല്ലെ? 15, 16, 17 ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി. ഉള്ള ഒരേ ഓപ്ഷൻ C ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. ഓക്കെ, വളരെ എളുപ്പമല്ലേ? പൊസിഷൻ വാല്യൂസ് അറിഞ്ഞാൽ നമുക്ക് അത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്കുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വേറെ ഒന്നുമല്ല, ഫോൺ എന്ന് പറയുന്ന സാധനം കോഡ് ചെയ്തിട്ടുള്ളത് പാറ്റേൺ എന്ന് പറയുന്നത് 09,
രണ്ട് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും. ഇനി ലോൺ എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ 9 ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആൻഡ് 1. ഇനി എല്ലിന്റെ കോഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലിന്റെ കോഡ്. ഇനി എൽ എവിടെയാ ഉള്ളത്? ഇവിടെ മാത്രമേ എല്ലുള്ളൂ അല്ലെ. അപ്പോ ഇതിനോട് അനുബന്ധിച്ച ലെറ്ററിലായിരിക്കും എൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ കോഡ് ഉണ്ടാവുക. ഓക്കെ, നോക്കാം. 9 രണ്ട് സൈഡിലും ഉണ്ട്. അപ്പൊ ഒരിക്കലും എല്ലിന്റെ കോഡ് 9 ആയിരിക്കില്ല. ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും അല്ലെ അവിടെയുണ്ട്, പക്ഷെ ഇവിടെ എല്ലില്ലല്ലോ, അപ്പൊ അത് വരത്തില്ല. പിന്നെ 1 ആണുള്ളത്. ഓക്കെ, 1 അവിടെ ഇല്ല. അപ്പൊ എല്ലിന്റെ കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓപ്ഷൻ 4. എളുപ്പമല്ലേ? Tier 2ന്റെ ചോദ്യമാണ്. ടോക്കർ എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അതാണ്. ദെൻ ടോക്ഡ് എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഇതാണ്. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതും CHSL Tier 2ന് ചോദിച്ച ചോദ്യമാണ്. CHSL Tier 2ന് ചോദിച്ച ചോദ്യമാണെങ്കിൽ CGLന് Tier 2നും ചോദിക്കാം, CGL പ്രിലിംസിന് ചോദിക്കാം, CHSL പ്രിലിംസിന് ചോദിക്കാം, CPIക്ക് ചോദിക്കാം, ഏതൊരു എക്സാമിനും ചോദിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഡിയുടെ കോഡ് എന്തായിരിക്കും? അപ്പൊ ഡി എന്ന് പറയുന്ന വാക്ക് എവിടെയുള്ളൂ? ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ മാത്രമുള്ള വേർഡ് എന്താണെന്ന് നോക്കിയാൽ മതി. ഇനി ഡോളർ സിമ്പൽ രണ്ടിടത്തും ഉണ്ട്, അപ്പൊ അത് കട്ട് ചെയ്യാം. പെർസെൻറ്റേജ് സിമ്പലും രണ്ടിടത്തും ഉണ്ട്, അറ്റ് രണ്ടിടത്തും ഉണ്ട്, ഹാഷ് രണ്ടിടത്തും ഉണ്ട്, ദെൻ എക്സ്ക്ലമേറ്ററി മാർക്ക് രണ്ടിടത്തും ഉണ്ട്. അപ്പൊ ഏതേ ബാലൻസ് ഉള്ളൂ? ഈ ഒരു സിമ്പിൾ. അപ്പൊ ഡിയുടെ സിമ്പിൾ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇൻ എ സർട്ടൺ കോഡഡ് ലാംഗ്വേജ് ഗേറ്റ് ഈസ് റിട്ടൺ ആസ് JOFB ആൻഡ് ഐഡിയൽ ഈസ് കോഡഡ് ആസ് അല്ലെങ്കിൽ റിട്ടൺ ആസ് JGID. ഓക്കെ, നമുക്ക് പ്ലേസ് വാല്യൂസ് എഴുതാലോ. G7 ആണ് അല്ലെ, G7 സബ്മിറ്റ്, A1 ആണ്, T20 ആണ്, ദെൻ E എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് അവിടെ എന്താ? 10 ആണ്, 15 ആണ്, ദെൻ F എന്ന് പറയുന്നത് EF6 ആണ്, B2 ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, നമ്പർ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പോ ഒരു സിമെട്രിസിറ്റി ഒന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ നോക്കായാലോ നമുക്ക്. ഇപ്പൊ ഇവിടെ നോക്കി +5 അല്ലെ, ഇത് നോക്കിയപ്പോ -5, ദെൻ +5 -5. ഓക്കെ, നമുക്കൊരു കോഡ് കിട്ടി. +5 ദെൻ -5 ദെൻ +5 ദെൻ -5. ഓക്കെ, ഇത് തന്നെയാണോ ഇവിടെ നിന്ന് നോക്കിയേ? ഓക്കെ, ജെയിൽ നിന്നും അല്ലെങ്കിൽ ബി 10 15 ഇതിന്റെ കോഡ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് അത് എഴുതണം. ഓക്കെ, എന്താണ് ഐഡിയലിന്റെ കോഡ് പറഞ്ഞ? 9 4 12 5 ദെൻ 10 7 9 ഡി അല്ലേ, ഡി ആവുമ്പോ 4 ചെയ്താലോ. +5 ആണ്, -5 ആണ്, +5 ആണ് ആൻഡ് -5 ആണ്. അപ്പൊ നമ്മുടെ എന്താണ്? നമ്മുടെ ആ കോഡ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മിൽക്കിൽ നമുക്ക് അതുപോലെ കൊടുക്കാമല്ലോ. അപ്പോ K +5, K എന്ന് പറയുന്നത് 11 ആണ്, +5 ചെയ്യുമ്പോൾ 16 ആവുമ്പോൾ P വരും അല്ലെ. ദെൻ 12 ആണ് അല്ലെ, L 12 ആണ്. Lൽ നിന്നും അതായത് 12ൽ നിന്നും 5 കുറച്ചാൽ എത്ര വരും? -5 ചെയ്യണം. അപ്പം 7 വരും. 7 എന്ന് പറയുന്നത് G ആണ്. PG ഒരു ഓപ്ഷനേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചെയ്യാം. 9ന് +5 കൊടുത്താൽ എത്ര വരും? 9 + 5 14 ആണ്. 14 എന്ന് പറയുന്നത് L ആണ്. 13ന് -5 കൊടുത്താൽ എത്ര വരും? 8 ആണ്. 8 എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൈറ്റ് എന്ന് പറയുന്നത് കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. പ്ലേസ് വാല്യൂസ് 11 9 20 and 5. ഇവിടെ 17 8 8 4. ഓക്കെ, കൈറ്റ്. അപ്പോൾ ഇതിന്റെ ആ വാല്യൂസ് നോക്കിയാൽ നമുക്ക് റെഫറൻസ് വേറെ ഒരു ഇത് ആണോ പാറ്റേൺ എന്ന് നോക്കാൻ നമുക്കില്ല. നമുക്ക് ഒറ്റ കോഡേ തന്നിട്ടുള്ളൂ. നമുക്ക് പിന്നെ നമ്മുടെ ആൻസറുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഇങ്ങനെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൽ മിക്കവാറും ആദ്യം നമ്മൾ നോക്കുന്ന ഡയറക്റ്റ് കോഡ് തന്നെയായിരിക്കും 99% ശരിയായിട്ട് വരിക. 99 അല്ല, 100% ശരിയായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ എങ്ങനെയാ പാറ്റേൺ പോയിരിക്കുന്നേ നോക്കിയേ. -6 അല്ലെ, -6 -1 ദെൻ 20 ആണെങ്കിൽ എത്രയാ വരുക? 28 അല്ലെ. ഓക്കെ, ഇത് 20 വരുന്ന സമയത്ത് എന്താണ്? നമുക്കൊരു വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത്രയും വലിയൊരു ഡിഫറൻസ് നമുക്ക് ആ കോഡിൽ വരത്തില്ല. സോ നമ്മളൊന്ന്
മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരുന്നുണ്ട്? 28 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ രീതിയിലൊന്ന് മാറ്റി ചെയ്തൂടെ? ആ രീതിയിലൊന്ന് മാറ്റി ചെയ്യാം. അപ്പൊ ഇത് 28, അപ്പൊ ഇതും 28. ഇവിടെ എന്ത് വരുന്നു? -1, ഇത് -1. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് പോക്ക് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് എന്ന് പറയുന്നത്. 16, 15, 11, 5. നമുക്ക് ഇതുപോലെ ചെയ്യാലോ. ഇതെന്താ? 28 കിട്ടണം അല്ലെ. അപ്പം 28 16 കുറയ്ക്കുമ്പോൾ എത്രയാ വരുന്നത്? 2, 1, 12. അതായത് L. ഓക്കെ, നമ്മുടെ L ഉണ്ട് ഓപ്ഷനിൽ, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ? -1. -1 എന്ന് പറയുന്നത് 14 ആണ്, N ആണ്. നെക്സ്റ്റ് ഇവിടെ 28 വരണം അല്ലെ. അപ്പോ 17, 1. 17 എന്ന് പറയുന്നത് Q ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? -1 -LNQ അല്ലെ. LNQ. -1 എന്ന് പറയുന്നത് 4 ആണ്, ദാറ്റ് ഈസ് D ആണ്. LNQD. നമ്മുടെ ഓപ്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് വിട്ടുപോയി, D. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഓൾട്ടർനേറ്റീവ്, ഇത് എന്താ വന്നേക്കുന്നത്? ഓൾട്ടർനേറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമ്മ് ചെയ്യുമ്പോൾ 28 വരണം. അതിൻ്റെ നെക്സ്റ്റ് നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ഇനി അടുത്തെന്താ? ദെൻ എന്ന് പറയുന്ന നമ്പർ, ദെൻ എന്ന് പറയുന്ന വേർഡ് കോഡ് ചെയ്തിട്ടുണ്ട് RLBS. ദെന്നിൻ്റെ കോഡ് നമുക്ക് എഴുതാലോ. 20, 28, 5, 14. ദെൻ 18, 12, 2, 19. ഓക്കെ, കോഡ് നോക്കിയേ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്? -2 ആണ്, +4 ആണ്, ദെൻ -3 വരുന്നുണ്ട്, +5 വരുന്നുണ്ട്. ഇതേ കോഡ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സി എന്ന് പറയുന്നത് 3 ആണ്, 1 ആണ്, ദെൻ 19 ആണ്, 5 ആണ്. ഓക്കെ, -2 ചെയ്യുമ്പോൾ എത്ര വരും? 1 എന്ന് പറയുമ്പോൾ A. ഓപ്ഷൻസിൽ എന്തുണ്ട്? A ഉണ്ട്. നെക്സ്റ്റ് അടുത്ത എന്താ? +4 അല്ലെ. Aയിൽ +4 കൊടുക്കുമ്പോൾ എത്ര വരും? 1 + 4 5 E അല്ലെ. എയും ഇയും ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെന്താ? ഫസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് അങ്ങനെ ടിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 19 ആണ്. 19 - 3 എന്ന് പറയുന്നത് 16 ആണ്. 16ന്റെ പ്ലേസ് വാല്യൂ P ആണ്. 5 ഉണ്ട്. 5ൽ നിന്ന് +5 കൊടുക്കുമ്പം 10 ആണ്. 10 എന്ന് പറയുമ്പോൾ J വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് സേഫർ ഈസ് റിട്ടൺ ആസ് YDLHX. ദെൻ എന്താണ് ഈ വേർഡിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സേഫർ എന്ന വാക്ക് നമുക്ക് നമ്പേഴ്സ് എടുത്ത് എഴുതാലോ. അപ്പം S ആണെങ്കിൽ 19, A1, F6, E5, ദെൻ R18. ഇനി അതിന്റെ കോഡ് നോക്കിയേ. Y25, 4, 12, 8, 24. ഇത് എത്രയാ? +6 അല്ലെ. ഇത് +3, ദെൻ +6, +3, +6. ഓക്കെ, കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. 23 ആണ് അല്ലെ. 23 + 6 ആണ്. അപ്പോൾ 23 + 6 എന്ന് പറയുമ്പം 6ഉം കൂടെ ആവുമ്പോൾ എത്രയും 26 ആവും അല്ലെ. 23 നമുക്ക് ഇങ്ങനെ എഴുതാം. 23ൽ 6 ആഡ് ചെയ്യുന്ന +3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ ആവുമ്പം 26 Z വരെ ആവും. പിന്നെ +3 3 കൂടുമ്പോൾ എത്ര വരും? C വരും. നെക്സ്റ്റ് 9 I എന്ന് പറയുന്നത് 9 ആണ്. 9 + 3 എന്ന് പറയുന്നത് 12 ആണ്. സോ L. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. വേറെ ഏതെങ്കിലും ഓപ്ഷൻ പറ്റുമോ? ഇല്ല. ദെൻ അടുത്ത വേർഡ് നോക്കാം. 4 + 6 എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറയുന്നത് J ആണ്. അപ്പൊ 3ലും J ആണ്. ഓപ്ഷൻ കട്ട് ചെയ്യാൻ ഒന്നുമില്ല. ദെൻ G ആണ്. G എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 + 5 12. 12 എന്ന് പറയുന്നത് L ആണ്. 12 എന്ന് പറയുന്നത് L ആണ്. സോ ഇതിൽ എവിടെയെങ്കിലും L ഉണ്ടോ? സോറി, 7 + 3 അല്ലേ ചെയ്യേണ്ടത്. 3 എന്ന് പറയുമ്പോൾ J അല്ലേ വരേണ്ടത്. 7+, കാരണം നമുക്കിവിടെ +6 കഴിഞ്ഞാൽ +3, അപ്പോൾ J ആണ് വരേണ്ടത്. J എന്ന് പറയുമ്പോഴത്തേക്ക്
CLJJ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് L 12, 12+6 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. 18 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു സെറ്റ് പാറ്റേൺ നമ്മൾ ചെയ്തു. ഏതൊക്കെ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്? നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് വരുന്നു, പിന്നെ എന്താണ് സം ഓഫ് ആൽഫബറ്റ് അല്ലേ, അത് വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂസ് വന്നു, പിന്നെ ഡയറക്റ്റ് കോഡ് വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 3 പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കോഡിംഗ് ഡീകോഡിൽ ഇനിയും 2-3 വെറൈറ്റി പാറ്റേണും കൂടെ ഉണ്ട്. അത് ആ പാറ്റേണിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.